ഹായ് ഫ്രണ്ട്സ്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് PSC എക്സാംസിന് സ്ഥിരമായി ചോദിച്ചു വരുന്ന കുറച്ച് ടോപ്പിക്സാണ് ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ക്രോപ്പ് പീരീഡും ബേസ് പീരീഡും എന്താണെന്ന് നോക്കാം. ഇതെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായി വരുന്ന രണ്ട് ടേംസാണ് ഈ ക്രോപ്പ് പീരീഡും ബേസ് പീരീഡും. അപ്പോൾ നമുക്കിത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ക്രോപ്പ് പീരീഡ് എന്താണെന്ന് നോക്കാം. ദ ടൈം പീരീഡ് ദാറ്റ് elapses ഫ്രം the instant of its sowing to the instant of its harvesting is called crop period. അതായത് നമ്മളൊരു വിത്ത് പാകിയിട്ട് അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു നെൽകൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വിത്ത് പാകുന്ന ആ സമയം തൊട്ട് നമ്മളത് കൊയ്തെടുക്കുന്ന ആ ഒരു സമയം വരെ ഉള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബേസ് പീരീഡ് എന്താണെന്ന് നോക്കാം. ഇതൊരു വാട്ടറിങ്ങിൻ്റെ ടൈം അനുസരിച്ചാണ് നമ്മൾ ബേസ് പീരീഡ് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ദ ടൈം ബിറ്റ്വീൻ ദ ഫസ്റ്റ് വാട്ടറിങ് ഓഫ് എ ക്രോപ്പ് അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് സോവിങ് ടു ഇറ്റ്സ് ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവെസ്റ്റിംഗ് ഈസ് കോൾഡ് ബേസ് പീരീഡ്. അതായത് നമ്മളൊരു വിത്ത് പാകിയിട്ട് അതിന് ഫസ്റ്റ് കൊടുക്കുന്ന വെള്ളം തൊട്ട് അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൻ്റെ തൊട്ട് മുമ്പ്, അതായത് നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്ന ആ ഒരു വാട്ടറിങ്ങിൻ്റെ ടൈം പീരീഡിനെയാണ് നമ്മൾ ബേസ് പീരീഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെഫിനിഷനാണ് സാധാരണ PSCക്ക് ചോദിക്കാറ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എല്ലാവരും ഒന്ന് നോക്കി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ടേം നോക്കാം, പാലിയോ. അതായത് നമ്മളൊരു ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ലാൻഡ് പൊതുവെ ഡ്രൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് നനച്ചു കൊടുക്കും. അതിന് പറയുന്ന പേരാണ് പാലിയോ. അതായത് നമ്മൾ ഫസ്റ്റ് വാട്ടറിങ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പാലിയോ. നമുക്കതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ദിസ് ഈസ് ദ വാട്ടറിങ് അപ്ലൈഡ് ടു ദ ഫീൽഡ് ബിഫോർ സോയിങ് ദ ക്രോപ്സ്. നമ്മൾ ക്രോപ്സ് സോവ് ചെയ്യുന്നതിൻ്റെ മുൻപ് നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് വാട്ടറിങ്ങിനെയാണ് പാലിയോ എന്ന് പറയുന്നത്. ഇനി ഇത് എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ദിസ് വാട്ടർ ഈസ് ഗിവൺ സോ ആസ് ടു ഡെവലപ്പ് സഫിഷ്യൻറ്റ് മോയ്സ്ചർ ഇൻ ദ അൺസാച്ചുറേറ്റഡ് സോൺ ഓഫ് ദ സോയിൽ സോ ദാറ്റ് സീഡ്സ് മേ ജെർമിനേറ്റ് ഈസിലി. അടുത്ത ടൈമാണ് കോർ വാട്ടറിങ്. അപ്പോൾ നമ്മൾ പാലിയോ പഠിച്ചു, സോവിങ്ങിൻ്റെ തൊട്ട് മുൻപ് ചെയ്യുന്ന വാട്ടറിംഗ് ആണ് പാലിയോ എന്ന്. അതുപോലെ കോർ വാട്ടറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോവിങ് കഴിഞ്ഞിട്ട്, നമ്മൾ വിത്ത് പാകി കഴിഞ്ഞിട്ട് അതൊരു ഫ്യൂ സെൻറ്റിമീറ്റർ വളർന്നു വരുന്നത് വരെ നമ്മൾ കൊടുക്കുന്ന വാട്ടറിങ്ങിനെയാണ് കോർ വാട്ടറിംഗ് എന്ന് പറയുന്നത്. അതായത് ആഫ്റ്റർ സോവിങ് വെൻ ക്രോപ്പ് ഹാവ് ഗ്രോൺ എ ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ദിസ് വാട്ടറിംഗ് ഈസ് ഗിവൺ. നമ്മൾ ഒരു വിത്ത് പാകിയിട്ട് അത് കുറച്ച് സെൻറ്റിമീറ്റർ വരെ അത് വളർന്നു വരുന്നത് വരെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വാട്ടറിങ്ങിനെയാണ് നമ്മൾ കോർ വാട്ടറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദ വാട്ടറിങ് ബിഫോർ സോവിങ് എന്ന് ചോദിച്ചാൽ പാലിയോ ആണ് അതിൻ്റെ ആൻസർ. അതുപോലെ കോർ വാട്ടറിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വാട്ടറിങ് ആഫ്റ്റർ സോയിങ് ദ ക്രോപ്പ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ കോർ വാട്ടറിംഗ് ആണ്. ഇനി നമ്മൾ കോർ വാട്ടറിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതൊരു പെർട്ടിക്കുലർ ഡെപ്തിലാണ് കൊടുക്കുന്നത്. ആ ഒരു ഡെപ്തിന് പറയുന്ന പേരാണ് കോർ ഡെപ്ത്. അതായത് ദ ഡെപ്ത് ഓഫ് വാട്ടർ അപ്ലൈഡ് ഡ്യൂറിങ് കോർ വാട്ടറിംഗ് ഈസ് നോൺ ആസ് കോർ ഡെപ്ത്. അടുത്ത ടേമാണ് കോർ പീരീഡ്. അതായത് നമ്മൾ ഓരോ പ്ലാന്റിനും കോർ വാട്ടറിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ കോർ പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ടൈം പീരീഡ് വരെ നമ്മൾ ഈ കോർ വാട്ടറിംഗ് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു പീരീഡിനെ പറയുന്ന പേരാണ് കോർ പീരീഡ്. It is that initial part of the base period for a crop in which core watering has to be necessarily given to the crop, otherwise its yield may be affected. അപ്പോൾ ഇതൊക്കെയാണ് കോർ വാട്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി അടുത്ത് വരുന്ന ടേമാണ് റൊട്ടേഷൻ പീരീഡ്. ഇതങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കി വയ്ക്കാം. അതായത് റൊട്ടേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ every type of crop requires different amount of water for its complete growth in certain fixed interval of time. The time interval between two consecutive intervals is called rotation period. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടേമാണ് ഡ്യൂട്ടി. ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് വെള്ളം കൊണ്ട് നമുക്ക് എത്ര ലാൻഡ് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഡ്യൂട്ടി. അതായത് ദ ടേം ഡ്യൂട്ടി മീൻസ് ദ ഏരിയ ഓഫ് ലാൻഡ് ദാറ്റ് ക്യാൻ ബി ഇറിഗേറ്റഡ് വിത്ത് യൂണിറ്റ് വോളിയം ഓഫ് ഇറിഗേഷൻ വാട്ടർ. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെക്ടേഴ്സ് പെർ ക്യൂമെക് ആണ്. അതായത് ഒരു ക്യൂമെക് വെള്ളം കൊണ്ട് എത്ര ഹെക്ടർ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ.
അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഇത് മിക്ക എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ യൂണിറ്റ് ആയാലും അതുപോലെ ഇതിൻ്റെ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയാലും ഒട്ടുമിക്ക എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡെൽറ്റ എന്താണെന്ന് നോക്കാം. ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഡെപ്ത് എന്നുള്ളൊരു വാക്കാണ്. അതായത് ഒരു ക്രോപ്പിൻ്റെ ബേസ് പീരിയഡ് ടൈമിൽ നമ്മൾ ആ ക്രോപ്പിന് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ഡെപ്താണ് നമ്മൾ ഡെൽറ്റ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഡെൽറ്റ ഇസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ് ഡ്യൂറിങ് ഇറ്റ്സ് എൻറ്റയർ ബേസ് പീരിയഡ് ഓഫ് ദി ക്രോപ്പ്. ആ ക്രോപ്പിൻ്റെ എൻറ്റയർ ബേസ് പീരിയഡിൽ നമ്മൾ ആ ക്രോപ്പിന് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ഡെപ്തിനെയാണ് നമ്മൾ ഡെൽറ്റ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. Delta of any crop can be obtained by dividing the total water required by the area in which the crop is grown. അപ്പോൾ ഇതാണ് ഡെൽറ്റയുടെ ഇക്വേഷൻ. അത് ഡെൽറ്റയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററിലോ അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലോ ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിൻ്റെ ഇനി ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഇതാണ് അപ്പോൾ ഡ്യൂട്ടി ഡെൽറ്റ എല്ലാം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. അതായത് D is equal to 8.64 B by ഡെൽറ്റ. ഇതിൽ B എന്ന് പറയുന്നത് ബേസ് പീരീഡ് ആണ്, D എന്ന് പറയുന്നത് ഡ്യൂട്ടി, അത് ഡ്യൂട്ടി ഹെക്ടേഴ്സ് പെർ ക്യൂമെക്കിലായിരിക്കും, ഡെൽറ്റ എന്ന് പറയുന്നത് മീറ്ററിലായിരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലാണ് ഇട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രോബ്ലംസും അതുപോലെ കൂടുതൽ ടോപ്പിക്സും എല്ലാം ഉൾപ്പെടുന്ന വീഡിയോ അടുത്തതായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.